നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. പാലം പണി അട്ടിമറിക്കാൻ അനുവദിക്കില്ല, ആശങ്ക അടിസ്ഥാനരഹിതം. കാര്യമറിയാതെയുള്ള പ്രസ്താവനകൾ കൈനകരി വികസന സമിതി കാര്യമാക്കുന്നില്ലെന്ന് ഭാരവാഹികൾ. നിലനിൽപ്പിന്റെ നിൽപ്പുസമരവും പ്രതിഷേധത്തിന്റെ അഗ്നിയും അണയില്ലെന്ന് അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VR രാജു. വ്യാപാരമറിയാത്ത രാഷ്ട്രീയക്കാർ. റേഷൻ വ്യാപാരത്തെക്കുറിച്ച് അറിയാത്ത രാഷ്ട്രീയക്കാരുടെ പ്രസ്താവന ജനങ്ങളും വ്യാപാരികളും പുച്ഛിച്ചു തള്ളുമെന്ന് ജോസ് കാവനാട്. പ്രതിസന്ധിയിൽ തളരുന്ന നെൽകൃഷി. കുട്ടനാട്ടിലെ നെൽകർഷകർ നേരിടുന്നത് കടുത്ത പ്രതിബന്ധങ്ങളെന്ന് അഡ്വക്കേറ്റ് U പ്രതിഭാഹരി. വാർത്തകൾ വിശദമായി. കൈനകരി മുണ്ടക്കൽ പാലത്തെ സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് കൈനകരി വികസന സമിതി. പല കോണുകളിൽ നിന്നും നേരിട്ട അഗ്നിപരീക്ഷകളെ അതിജീവിച്ച് ഭരണാനുമതി നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ പാലം പൂർത്തീകരിക്കുന്നതുവരെ ജാഗ്രതയോടെ കൈനകരി വികസന സമിതി ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മുണ്ടക്കൽ പാലത്തിന് ഭരണാനുമതി ലഭിക്കുകയും നവംബർ 6 തീയതി കൊടിക്കുന്നിൽ സുരേഷിന്റെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ ജില്ലാ കളക്ടർ സ്ഥലമുടമകളുടെ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് സ്ഥലമുടമകളുടെ സമ്മതപത്രം വാങ്ങി ടെക്നിക്കൽ സാങ്ഷൻ കമ്മിറ്റി മുൻപാകെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ലഭിച്ചാലുടൻ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പാലം പണി ആരംഭിക്കും. മുണ്ടക്കൽ പാലം യാഥാർത്ഥ്യമാക്കാൻ കൈനകരിയിലെ ജനത ഒറ്റക്കെട്ടായി ജാഗ്രതയോടെ വികസന സമിതിക്കൊപ്പമുണ്ട്. അതുകൊണ്ടാണ് അപ്രാപ്യമെന്ന് കരുതിയിരുന്ന മുണ്ടക്കൽ പാലം യാഥാർത്ഥ്യമായതെന്നും ഇനി പാലം പണി അട്ടിമറിക്കുവാനുള്ള കുൽസിത ശ്രമങ്ങൾ വിലപ്പോവില്ലെന്നും സമിതി പ്രസിഡന്റ് KN ബിജുകുമാറും BK വിനോദ് കൈനകരിയും പറഞ്ഞു. മുണ്ടക്കൽ പാലം യാഥാർത്ഥ്യത്തോടെടുക്കുമ്പോൾ അട്ടിമറിക്കപ്പെടുന്നതായി ചില കോണുകളിൽ നിന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് തെറ്റിദ്ധാരണാജനകമാണ്. കാരണം മുണ്ടക്കൽ പാലം 2009 LDF സർക്കാരിന്റെ കാലത്ത് അലൈൻമെന്റും ബൗണ്ടറി സ്റ്റോണും ഇട്ട് പൂർത്തീകരിച്ച ശേഷം മുന്നോട്ട് പോകാതെ ASന്റെ കാലഹരണപ്പെടുകയായിരുന്നു. എന്നാൽ 2011 വികസന സമിതി സമഗ്ര വികസന ചർച്ച നടത്തിക്കൊണ്ട് മുണ്ടക്കൽ പാലത്തിന് ജീവൻ വെപ്പിച്ച് 2014 ജനുവരി മാസം 2 തീയതി ഡിസൈൻ പൂർത്തീകരിക്കുന്നതിന് ഡ്രിഗ് ബോർഡിന്റെ പ്രത്യേക മീറ്റിംഗ് വെച്ച് ആവശ്യമായ എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ട് 28/2/2014 ഡിസൈൻ പൂർത്തീകരിച്ച് മോർത്ത് സ്പെസിഫിക്കേഷനിൽ എസ്റ്റിമേറ്റ് എടുക്കുന്നതിനായി PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സമർപ്പിക്കുകയായിരുന്നു. തുടർന്ന് 2014 മെയ് മാസത്തിൽ തന്നെ എസ്റ്റിമേറ്റ് പൂർത്തീകരിക്കുകയും ഭരണാനുമതിക്ക് വേണ്ടി സർക്കാർ തലത്തിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം 24 തീയതി കേരള ഗവൺമെന്റ് PWD സെക്രട്ടറി TO സൂരജ് 22.5 കോടി രൂപയ്ക്ക് ഭരണാനുമതി നൽകിക്കൊണ്ട് ഉത്തരവായപ്പോൾ സമീപകാലത്തിലെന്നല്ല സംഭവവിപുലമായ കൈനകരിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വികസന പ്രവർത്തനത്തിനായി ഒരു സർക്കാർ അംഗീകാരം നൽകുന്നത്. നിൽപ്പ് സമരവും പ്രതിഷേധാഗ്നിയും കേരളത്തിൽ കത്തിജ്വലിക്കുമെന്ന് അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് VR രാജു. 1001 നിലവിളക്ക് കൊളുത്തിയുള്ള പ്രതിഷേധാഗ്നി സമ്മേളനം കിടങ്ങറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അയ്യൻകാളിയെ അംഗീകരിക്കുവാൻ സർക്കാരുകൾക്ക് 67 വർഷം വേണ്ടിവന്നു. പട്ടികജാതി വിഭാഗങ്ങളെ അംഗീകരിക്കാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മുൻപോട്ടു പോകാൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പട്ടികജാതി സമൂഹത്തിന്റെ വികാരങ്ങളും വിചാരങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഗവൺമെന്റിന് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുവാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അഖില കേരള ചേരമർ മഹാസഭ ഉൾപ്പെടെയുള്ള പട്ടികജാതി പട്ടികവർഗ സംഘടനകളുടെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അഖില കേരള ചേരമർ മഹാസഭ മാത്രമായിട്ടില്ല അവകാശവാദം ഉന്നയിക്കുന്നില്ല. മറ്റ് സംഘടനകളെ പോലെ മഹാത്മാ അയ്യങ്കാളി ഗുരുദേവന്റെ ജന്മദിനം ഗവൺമെന്റ് അവധിയായിട്ട് പ്രഖ്യാപിച്ചു. അവധിയായിട്ട് ജന്മദിനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നടത്തിയ തീരുമാനമാണ് ഇന്നിവിടെ നടപ്പാക്കുന്നത്. അപ്പൊ മുൻ നിശ്ചയപ്രകാരം നടത്തിയ പരിപാടി
നമ്മൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒരാവശ്യമായിട്ട് പല ആവശ്യങ്ങളിൽ ഒരാവശ്യം അംഗീകരിച്ചു എന്നുള്ളതിന്റെ പേരിൽ മാറ്റി വെക്കുന്നതിന് പകരം നമ്മെ അംഗീകരിച്ച ഗവൺമെന്റിനെ അനുമോദിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയും. പട്ടികജാതി വിഭാഗങ്ങളെ അംഗീകരിക്കാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും മുൻപോട്ടു പോകാൻ സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുട്ടനാട് യൂണിയൻ പ്രസിഡന്റ് കെ രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചക്കുളത്തുകാവ് ക്ഷേത്രം മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നടത്തി. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി കല്ലറ പ്രശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി. DM ബാലകൃഷ്ണൻ, CD മോഹനൻ, സരസമ്മ ഗോപി, EK ബിജു എന്നിവർ സംസാരിച്ചു. റേഷൻ വ്യാപാരത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ചില രാഷ്ട്രീയക്കാർ നടത്തുന്ന പ്രസ്താവനകൾ റേഷൻ വ്യാപാരികളും സംഘടനാ പ്രവർത്തകരും പുച്ഛിച്ചു തള്ളുമെന്ന് ഓൾ കേരള റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജോസ് കാവനാട്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ജനറൽ സെക്രട്ടറി നൈനാൻ തോമസിന്റെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. റേഷൻ വ്യവസായത്തെക്കുറിച്ച് അറിയാൻ മേലാച്ച ചില രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തുന്ന പ്രസ്താവനകൾ റേഷൻ വ്യാപാരികളും അവരുടെ സംഘടനാ പ്രവർത്തകരും വെറുതെ പുച്ഛിച്ച് തള്ളത്തേ ഉള്ളൂ. കേരള റേഷനിങ് KRO എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാതെയും പഠിക്കാതെയും പറയുന്ന നേതാക്കന്മാരെ കുറിച്ച് ഞങ്ങൾ എന്തു പറയാനാ? റേഷൻ വ്യവസായം എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം, എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാതെയാണ് മന്ത്രി പോലും പറയുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ചെയർമാനാണ് ഓൾ കേരള റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ. കേരള സംസ്ഥാനത്ത് 14,600 ഇഷ്ടം റേഷൻ കടക്കാരുള്ളതിൽ 12,000 റേഷൻ കടക്കാരും ജോണി നെല്ലൂരിന്റെ കീഴിലാണ്, ആ സംഘടനയിലാണ്. ആ സംഘടനാ നേതാക്കന്മാര് ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു പറയുന്നതാണ്. ഇതുമായി പുലബന്ധം പോലുമില്ലാത്ത ആൾക്കാർ റേഷൻ കടക്കാര് കള്ളന്മാരാണ്, മോശക്കാരാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥം? റേഷൻ വ്യാപാരികൾ റേഷൻ നടത്തുന്നത് എങ്ങനെയാണെന്ന് അവർക്കറിയത്തില്ല. അതാണ് റേഷൻ വ്യവസായം എങ്ങനെ നടത്തിക്കൊണ്ടു പോകണം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാതെയാണ് വകുപ്പ് മന്ത്രി പോലും പ്രസ്താവനകൾ ഇറക്കുന്നത്. റേഷൻ വ്യാപാരികൾ ശക്തമായ സമരവുമായി മുൻപോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുട്ടനാട്ടിലെ നെൽകർഷകർ നേരിടുന്നത് വലിയ പ്രതിസന്ധികളെയാണെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭ ഹരി മംഗലം മാണിക്യമംഗലം കായലിലെ വിത ഉത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. രണ്ടു കൃഷി ചെയ്യാൻ പറ്റുന്ന പാടശേഖരങ്ങൾ അതിനുവേണ്ടി പ്രാപ്തമാക്കാൻ കർഷകർ ശ്രമിക്കണമെന്നും പ്രതിഭാഹരി പറഞ്ഞു. കുട്ടനാട്ടില് ഒരു കാർഷിക കലണ്ടർ പലപ്പോഴും ഇല്ല എന്നുള്ളൊരു പ്രയാസം നമുക്ക് വലുതാണ്. കാരണം ഒരു ഭാഗത്ത് ഇപ്പൊ കൊയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഒരു ഭാഗത്ത് നെല്ല് എടുക്കാതെ കർഷകർക്ക് വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നു കുട്ടനാട്ടിൽ. അപ്പൊ ഒരേ സമയം തന്നെ കുട്ടനാട്ടിൽ കർഷകർ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇന്ന് കുട്ടനാട് നേരിടുന്ന ഒരു വലിയ പ്രയാസമാണ്. അപ്പൊ അതൊന്ന് ഏകീകരിച്ചെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ ഒരേ സമയം വിതയ്ക്കണം, രണ്ട് കൃഷി ചെയ്യേണ്ട പാടങ്ങളെല്ലാം രണ്ട് കൃഷിക്ക് പ്രാപ്തമാക്കണം. ഇതൊക്കെ ചെയ്യാൻ പറ്റും, ഈസിയായിട്ട് കുട്ടനാട്ടിൽ ചെയ്യാൻ പറ്റും. പാടശേഖരത്തെ ചെറുകിട കർഷകരും അവരെ നയിക്കുന്ന പാടശേഖര സമിതിയുടെ നെല്ലുൽപാദക സമിതിയുടെ ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് മംഗലം കായലിൽ നിലയിലേക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് പരിചയങ്ങളുണ്ട് കുട്ടനാട്ടില്, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്നില്ല. ഞാൻ കുട്ടനാട് പാക്കേജിനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് തന്നെ പറയാൻ ഒരു മടിയായി തുടങ്ങി. അത്രയ്ക്ക് എന്താണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് നടക്കാതെ പോയതുപോലാണല്ലേ. കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MG ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രാമങ്കരി AD മധു ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ജോസഫ് തോമസ്, ബിന്ദു സന്തോഷ്, തുളസി അശോകൻ, സിറാജുദ്ദീൻ, PG മംഗളാനന്ദൻ എന്നിവർ സംസാരിച്ചു. നീരേറ്റുപുറം ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നുള്ള ശുദ്ധജലം കുട്ടനാട്ടിലെ വിവിധ പഞ്ചായത്തുകളിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. ഇതിനായുള്ള പൈപ്പുകൾ ചൊവ്വാഴ്ചയോടെ എത്തിത്തുടങ്ങി. ആദ്യഘട്ടമെന്ന നിലയിൽ കുട്ടനാട്ടിലെ നിലവിലുള്ള ഓവർഹെഡ് ടാങ്കുകളിലേക്ക് ശുദ്ധജലം എത്തിക്കും. ഇതിനായി 27 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് തുടക്കമായത്. ബോംബെയിൽ നിന്നുമാണ് ശുദ്ധജല വിതരണ പൈപ്പുകൾ എത്തിക്കുന്നത്. 800 മില്ലിമീറ്റർ, 350 മില്ലിമീറ്റർ, 250 മില്ലിമീറ്റർ എന്നീ വ്യാസമുള്ള പൈപ്പുകളാണ് മാമ്പുഴക്കരി എടത്തുവാർ റോഡിൽ ഇറക്കുന്നത്. നവംബർ മാസത്തോടെ പണികൾ ആരംഭിക്കും. 4 മാസം കൊണ്ട് ആദ്യഘട്ടം പൂർത്തിയാക്കും. കൂടാതെ നിലവിൽ ഓവർഹെഡ് ടാങ്ക് ഇല്ലാത്ത കാവാലം, തകഴി പഞ്ചായത്തുകളിൽ ഓവർഹെഡ് ടാങ്കുകൾ നിർമ്മിക്കും. രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾക്കായി 10 കോടി 40 ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു.
ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ കുട്ടനാട്ടിലെ 13 പഞ്ചായത്തുകളിലെയും ഓവർഹെഡ് ടാങ്കുകളിൽ നീരേറ്റുപുറത്തെ ശുദ്ധജലമെത്തും. ഒപ്പം മൂന്നാം ഘട്ടത്തിന്റെ പ്രവർത്തനവും ആരംഭിക്കും. ഇത് ടാങ്കുകളിൽ നിന്നുള്ള വിതരണ ശൃംഖല വിപുലീകരിക്കുന്നതിനാണ്. ഇതിനായി 30 കോടി രൂപയുടെ അനുമതിയും ലഭിച്ചു. വർഷങ്ങളായി കുടിവെള്ളം കിട്ടാക്കനിയായി മാറിയ കുട്ടനാട്ടിൽ പാക്കേജിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന കുടിവെള്ള വിതരണത്തിനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ ശുദ്ധജല ക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയുമെന്നും വരും നാളുകൾ കുട്ടനാടൻ ജനതയ്ക്ക് സന്തോഷത്തിന്റേത് ആയിരിക്കുമെന്നും തോമസ് ചാണ്ടി MLA അറിയിച്ചു. ബാർക്കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ ധനകാര്യമന്ത്രി KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. EMS സ്റ്റേഡിയത്തിന് സമീപത്തു നിന്നും മാർച്ച് ആരംഭിച്ചു. മാർച്ചിനെ തുടർന്ന് നടന്ന ധർണ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി മനു സി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന UDF സർക്കാരിന്റെ ഏറ്റവും അവസാനത്തേതും ഏറ്റവും നാണം കെട്ടതുമായിട്ടുള്ള അഴിമതിയുടെ കഥകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇവിടെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന UDF സർക്കാരിന് നേതൃത്വം നൽകുന്ന ധനകാര്യമന്ത്രിക്കെതിരായി പ്രത്യക്ഷത്തിൽ തന്നെ ഒരു ബാറുടമ അസോസിയേഷന്റെ നേതാവ് ശ്രീമാൻ ബിജു രമേശ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്യമായി ആരോപണം ഉന്നയിച്ചു. ഏതെങ്കിലും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ശ്രീമാൻ KM മാണി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ സാഹചര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ഉണ്ടാകണമെന്ന് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടത്. ബാറുടമകളുടെ അസോസിയേഷന്റെ നേതാവ് ശ്രീമാൻ ബിജു രമേശ് പരസ്യമായി പറഞ്ഞു, മാണി 1 കോടി രൂപ കൈപ്പറ്റി ഇനിയും പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരസ്യമായി പറയുകയാണ്. കേരളത്തിലെ ഒരു മന്ത്രിയെ സംബന്ധിച്ച് സാധാരണഗതിയിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോ പോലീസും വിജിലൻസും എടുക്കേണ്ട നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം എന്താണെന്ന് ചോദിച്ചാൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യണം. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ബി അബിൻഷ, ബിനീഷ്, അനഫ് അലി, വിനു, ശരവണൻ രാമങ്കരി, AS ശ്രീജിത്ത് മാമ്പഴക്കരി തുടങ്ങിയവർ സംസാരിച്ചു. കേരള ലീഗൽ സർവീസ് കമ്മിറ്റി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്വിസ് മത്സരത്തിൽ സെന്റ് ജോസഫ് പുളുങ്കുന്ന് വിജയികളായി. മുട്ട സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും നേടി. ഇരു ടീമുകൾക്കും ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കാം. വെളിയനാട്ടുകാരിയായ ലൈസമ്മയ്ക്ക് 62ൽ 65ന്റെ തിളക്കം. കേരള സർക്കാരിന്റെ ഭാഗ്യനിധി ലോട്ടറിയിൽ 1ാം സമ്മാനത്തിലൂടെ ഭാഗ്യദേവത തന്നെയും കുടുംബത്തെയും കടാക്ഷിച്ചതിന്റെ സന്തോഷത്തിലാണ് ലൈസമ്മ. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ ഒരു നേരത്തെ അന്നത്തിനായി ചൂലെടുക്കേണ്ടി വന്ന ലൈസമ്മ ചേച്ചിക്കിനി സന്തോഷത്തിന്റെ നാളുകൾ. 62കാരിയായ ലൈസമ്മ ചേച്ചിയെ ഭാഗ്യദേവത ഭാഗ്യനിധിയിലൂടെ കടാക്ഷിച്ചത് 65 ലക്ഷം നൽകി. പുളുങ്കുന്ന് സബ് രജിസ്ട്രാർ ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ലൈസമ്മ. ജോലിക്കായി എത്തിയ കാലം മുതൽ ഭാഗ്യക്കുറി എടുക്കാറുണ്ടെങ്കിലും അപ്രതീക്ഷിതമായി ലഭിച്ച സൗഭാഗ്യത്തിൽ ദൈവത്തോട് നന്ദി പറയുകയാണ് ഈ 62കാരി. 7ാം തീയതി ലോട്ടറിയാ, 8ാം തീയതി പേപ്പറിനകത്ത് നമ്പർ കണ്ടു. ഇന്നലെ കൊണ്ടുവന്നു പിന്നെ ടിക്കറ്റ് കൊടുത്തു ബാങ്കിൽ. തെക്കനാരിയുടെ ഉള്ള മോനച്ചനാണ് ലോട്ടറി തന്നത്. എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ അന്ന് 3 ടിക്കറ്റ് എടുത്തു. അതിലൊരെണ്ണം അടിച്ച്. എല്ലാ ദുഃഖങ്ങൾക്കും ഒരു പരിഹാരമായല്ലോ എന്ന് ഓർത്താ സന്തോഷിക്കുന്നത്. ലക്ഷാധിപതിയായതിന്റെ തെല്ലും അഹങ്കാരം ഈ മുഖത്തില്ല. ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ ഇതോടെ നീങ്ങും എന്നതിലാണ് ഇപ്പോൾ സന്തോഷം. തങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് ലഭിച്ച സൗഭാഗ്യത്തിൽ പങ്കുചേരുകയാണ് മറ്റു ജീവനക്കാരും. ഇപ്പൊ ഈ അടുത്ത കാലത്ത് 1ാം സമ്മാനം കിട്ടുന്നത് എന്റെ സഹപ്രവർത്തകയ്ക്കാണ് കിട്ടിയത്. സൂപ്രണ്ടിനും കൂടി 10,000 രൂപ അടിച്ചിട്ടുണ്ട്. അവർക്ക് രണ്ടുപേരും സാമ്പത്തികമായിട്ട് വളരെയേറെ ദുരിതങ്ങൾ അനുഭവിക്കുന്നു. പ്രത്യേകിച്ച് പിന്നെ 1ാം സമ്മാനം അടിച്ച ആള്, അവർക്കതൊരു വലിയൊരു ആശ്വാസമായി. കേരള സർക്കാരിന്റെ 1ാം സമ്മാനം കിട്ടിയത് വളരെ ആശ്വാസമായിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമാണ്. അവർക്ക് അടിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്. ഭർത്താവും 2 മക്കളും അടങ്ങുന്നതാണ് ലൈസമ്മയുടെ കുടുംബം. എത്ര പണം ലഭിച്ചാലും ഉള്ള ജോലി കൈവിടില്ലെന്ന് ലൈസമ്മ ചേച്ചി പറയുമ്പോൾ ആ മുഖത്ത് വിടരുന്നത് കടന്നു വന്ന വഴിത്താരകളിലെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തതിന്റെ ആശ്വാസമാകാം. ക്യാമറമാൻ മർഡോണ വർഗീസിനൊപ്പം സാനു കെ സജീവ്, KCV ന്യൂസ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകളിലേക്ക്. കൈനകരി പഞ്ചായത്ത് കടവിൽ പമ്പയാറിന് കുറുകെ പാലം നിർമ്മിക്കുവാനുള്ള മണ്ണ് പരിശോധന നടക്കുമ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനെ എതിർത്ത് തെറ്റിദ്ധാരണാജനകമായ വാർത്തയാണ് നൽകുന്നതെന്ന് ജനകീയ വികസന സമിതി കൺവീനർ PJ അയ്യപ്പദാസ് പറഞ്ഞു. 1996-97 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം AC റോഡിൽ നിന്ന് തേവർഘാട്ട് വെള്ളാമാത്ര വരെയും തുടർന്ന് കായൽപ്പുറം കുറിച്ചി വഴി കോട്ടയത്തേക്കുമുള്ള റോഡാണ് കൈനകരി പഞ്ചായത്തിലെ രേഖയുള്ള ആദ്യ പദ്ധതി. ഈ പദ്ധതി പ്രകാരം റോഡ് പൂർത്തിയായി. ഇനി പഞ്ചായത്ത് കടവിൽ പമ്പയാറിന് കുറുകെ പാലം നിർമ്മിക്കേണ്ടതുണ്ട്. ഇത് മുണ്ടക്കൽ പാലം വരുന്നതിനോ ചാവറ ഭവൻ റോഡിനോ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കോ പഞ്ചായത്ത് കടവിൽ പാലം വരുന്നത് തടസ്സമാകില്ല. കൈനകരി പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭരണകാലാവധി അവസാനിക്കും മുൻപ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തറക്കല്ലിടൽ പ്രഹസനമാണ് മുണ്ടക്കൽ പാലം. പഞ്ചായത്ത് കടവിലെ പാല നിർമ്മാണത്തിനെതിരെ പ്രസിഡന്റ് നടത്തിയ പ്രസ്താവന ആരെ സംരക്ഷിക്കാനാണെന്ന് കൈനകരിക്കാർക്ക് അറിയാം എന്നും ജനകീയ വികസന സമിതി ഭാരവാഹികൾ പറഞ്ഞു. കൈനകരി പഞ്ചായത്തിന്റെ തന്നെ സ്വപ്ന പദ്ധതിയായ തേവർകാട് വെള്ളാമത്ര റോഡിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് കൈനകരി പഞ്ചായത്ത് കടവിൽ പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ മണ്ണ് പരിശോധനയും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൈനകരിയുടെ പ്രഥമ പൗരൻ ശ്രീ S. സുധിമോൻ ഇതിനെതിരെ തുരങ്കം വയ്ക്കുന്നതിനു വേണ്ടി വിവിധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൈനകരിയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മാവേലിക്കര MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷും UDF ഗവൺമെന്റും വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കൈനകരി പഞ്ചായത്തിൽ നടപ്പിലാക്കുവാൻ വരുമ്പോൾ മാത്രമാണ് കൈനകരി പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യങ്ങൾ അറിയുകയും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയുള്ള നീക്കങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. 96-97 വർഷക്കാലത്തെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കൈനകരി പഞ്ചായത്തിലെ ഒന്നാമത് നിൽക്കുന്ന വികസന പദ്ധതിയാണ് തേവർകാട് വെള്ളാമത്ര റോഡിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. കായൽപ്പുറം കുറിച്ചി മേഖലയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കോട്ടയത്തിന് പോകുന്ന ഒരു സമാന്തര പാതയാണ് തേവർകാട് വെള്ളാമത്ര റോഡ്. ഈ പദ്ധതിക്ക് തുരങ്കം വയ്ക്കുവാൻ ശ്രമിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആരെയാണ് സംരക്ഷിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. മുണ്ടക്കൽ പാലത്തിന് ഭരണാനുമതി കിട്ടിയ സാഹചര്യത്തിൽ കേവലം 300 മീറ്റർ മാത്രം അകലെ മറ്റൊരു പാലത്തിനായി മണ്ണ് പരിശോധനയും മറ്റും നടത്തുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന S. സുധിമോന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു ജനകീയ വികസന സമിതി.
അസോസിയേഷൻ ഓഫ് അഗ്രികൾച്ചർ ഓഫീസേഴ്സ് കേരളയുടെ 37ാം സംസ്ഥാന സമ്മേളനം നവംബർ 12, 13 തീയതികളിൽ ആലപ്പുഴ ടൌൺ ഹാളിൽ നടക്കുമെന്ന് അസോസിയേഷൻ സെക്രട്ടറി ജോർജ് കെ മത്തായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളം ജൈവ കാർഷിക സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കാർഷിക മേഖലയിൽ അടിസ്ഥാന ബിരുദ യോഗ്യതയുള്ള ഓഫീസർമാരുൾപ്പെടുന്ന ഏക പ്രൊഫഷണൽ സംഘടനയാണ് അസോസിയേഷൻ ഓഫ് അഗ്രികൾച്ചർ ഓഫീസേഴ്സ് കേരള. ജൈവ കാർഷിക നയത്തിലേക്ക് കേരളം കടക്കുമ്പോഴും കേരളത്തിൽ സുരക്ഷിതമായ ഭക്ഷണത്തിനുള്ള സാധ്യത ഇപ്പോഴും വിരളമാണ്. സുരക്ഷിതമായ ഭക്ഷണം ഇവിടുത്തെ ജനത്തിന് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ മേഖലയിൽ നിലവിൽ നിൽക്കുന്ന പല നിയമങ്ങളും പൂർണ്ണമായ തോതിൽ പ്രാവർത്തികമാക്കി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും കീടനാശിനികളെ സംബന്ധിച്ചും കുമിൾനാശിനികളെ സംബന്ധിച്ചും പറയുമ്പോൾ കേരളത്തിൽ എൻഡോസൾഫാനെ തുടർന്ന് ചുവന്ന ലേബലിലുള്ള എല്ലാ കീടനാശിനികളും കുമിൾനാശിനികളും നിരോധിച്ചെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത് യഥേഷ്ടം കേരളത്തിൽ കൊണ്ടുവരുന്നതിനും ഉപയോഗിക്കുന്നതിനും ഇവിടുത്തെ കർഷകർക്ക് എല്ലാ സൗകര്യങ്ങളും ഇന്ന് നിലവിലുണ്ട്. സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന യോഗങ്ങളിൽ ജനപ്രതിനിധികൾ, ശാസ്ത്രജ്ഞർ, കാർഷിക വിദഗ്ധർ, കർഷക പ്രമുഖർ എന്നിവർ പങ്കെടുക്കും. 13-ാം തീയതി നടക്കുന്ന പൊതുസമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് സ്റ്റാർലി ചാക്കോ, AG അബ്ദുൽ കലാം, VR ബിനേഷ് എന്നിവരും പങ്കെടുത്തു. RSS BJP നേതൃത്വത്തിൽ സമസ്ത മേഖലയിൽ നടപ്പാക്കുന്ന കാവ്യവൽക്കരണം നാടിന്റെ മതനിരപേക്ഷതയ്ക്ക് ഭീഷണിയാണെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു. കൈനകരി സൌത്ത് ലോക്കൽ കോൺഫറൻസിനോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചന്ദ്രബാബു. ആ പാർട്ടി പരിപാടി നടപ്പാക്കാനാണ് CPIM പോകുന്നത്. അത് ജനകീയ ജനാധിപത്യ വിരോധത്തെ കടമപ്പെടുത്തിയിരിക്കുകയാണ്. അത് പൂർത്തീകരിക്കണമെന്ന് ഓരോ കാലഘട്ടത്തിലെയും സമ്പൂർണ്ണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടാകും. ആ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ CPIM എങ്ങനെ ഇടപെടണമെന്നും ഈ പാർട്ടി പരിപാടി നടപ്പാക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് എങ്ങനെ നമ്മുടെ രാജ്യത്തെ നയിക്കാൻ കഴിയുന്നു, അതിനുവേണ്ടിയുള്ള ആലോചനകളാണ് ഓരോ ഘട്ടത്തിലും പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി അടവിനെ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി പ്രസിദ്ധീകരിക്കും. ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ ആവിഷ്കരിച്ച അടവിലായിരിക്കും, അതിന് അനുഭവം എന്തായിരിക്കും, അതുതന്നെയാണോ ശരിയായ അടവിലായിരിക്കും? അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിന്റെ മാറ്റത്തിനനുസൃതമായി എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും, അതിനാവശ്യമായ രാഷ്ട്രീയ സംഘടന നിലപാടുണ്ടായിരിക്കണം എന്നുകൂടി പരിശോധിക്കാൻ തീരുമാനിക്കും. കാളാശ്ശേരി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ M സുരേന്ദ്രൻ, D ലക്ഷ്മണൻ, അഡ്വക്കേറ്റ് KR ഭഗീരഥൻ, K പ്രകാശൻ, AD കുഞ്ഞച്ചൻ, K ശ്രീകുമാർ, S സുതിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ബുധനാഴ്ച പഞ്ചായത്ത് കടവിന് സമീപം നടക്കുന്ന പൊതുസമ്മേളനം CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ദേവകുമാർ ഉദ്ഘാടനം ചെയ്യും. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്നിക്കൽ സ്റ്റാഫ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ആലപ്പുഴ ബ്രദേഴ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വകുപ്പുകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഓരോ വകുപ്പുകളും അതിൻ്റെതായ റോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സത്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ കോറിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങളുടേതായിട്ടുള്ള ടെക്നിക്കൽ സ്റ്റാഫിൻ്റെതായിട്ടുള്ള സേവനം പരമാവധി ഉപയോഗപ്പെടുത്തുമ്പോൾ അവർക്ക് ആവശ്യമായ പ്രൊട്ടക്ഷൻ, പ്രൊമോഷന്റെ കാര്യത്തിൽ, സാലറിയുടെ കാര്യത്തിലൊക്കെ ആവശ്യമായ പ്രൊട്ടക്ഷൻ നേടുന്നതിനുള്ള സമയം ഉണ്ടാകുന്നതിനുണ്ട്. അതിന് പരിശ്രമങ്ങൾക്ക് എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി. ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് TS രഘുകുമാർ അധ്യക്ഷനായി. UP പ്രസാദ്, VV സുകുമാരൻ, AJ സെബാസ്റ്റ്യൻ, TA മുഹമ്മദ് ഹമീർ, ടോണി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. 35ാമത് ദേശീയ ഗെയിംസിന്റെ ആലപ്പുഴ ജില്ലാതല സംഘാടക സമിതി ഓഫീസ് തുറന്നു. ആലപ്പുഴ രവീസ് ഹൈറ്റ്സിൽ പ്രവർത്തനം ആരംഭിച്ച സമിതി ഓഫീസ് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. KC വേണുഗോപാൽ MP, ആലപ്പുഴ ജില്ലാ കളക്ടർ N പത്മകുമാർ, RDO TR പ്രസാദ്, A ഷുക്കൂർ, AM നസീർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന പോലീസ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നു. ആലപ്പുഴ രാധ കൺവെൻഷൻ സെന്ററിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്.
ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി STV സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന പരേഡിൽ KC വേണുഗോപാൽ MP പരേഡ് സ്വീകരിച്ചു. ജില്ലാ പോലീസ് മേധാവി KK ബാലചന്ദ്രൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഐവാൻ രത്നം, ഗോപാലനാചാരി, അർജുന അവാർഡ് ജേതാവ് PJ ജോസഫ്, ബാലകൃഷ്ണൻ, PK വികാസ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 100-ലധികം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും. ചരമവാർത്തകൾ. നെടുമുടി ചേന്നങ്കരി കാഞ്ഞിരത്തിങ്കിൽ ശോശാമ്മ എബ്രഹാം നിര്യാതയായി. 93 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. മുട്ടാർ കറുത്തേടം വിജയമ്മ സുകുമാരൻ നിര്യാതയായി. 50 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പാലം പണി അട്ടിമറിക്കാൻ അനുവദിക്കില്ല, ആശങ്ക അടിസ്ഥാനരഹിതം. കാര്യമറിയാതെയുള്ള പ്രസ്താവനകൾ കൈനകരി വികസന സമിതി കാര്യമാക്കുന്നില്ലെന്ന് ഭാരവാഹികൾ. നിലനിൽപ്പിന്റെ നിൽപ്പുസമരവും പ്രതിഷേധത്തിന്റെ അഗ്നിയും അണയില്ലെന്ന് അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VR രാജു. വ്യാപാരമറിയാത്ത രാഷ്ട്രീയക്കാർ. റേഷൻ വ്യാപാരത്തെക്കുറിച്ച് അറിയാത്ത രാഷ്ട്രീയക്കാരുടെ പ്രസ്താവന ജനങ്ങളും വ്യാപാരികളും പുച്ഛിച്ചു തള്ളുമെന്ന് ജോസ് കാവനാട്. പ്രതിസന്ധിയിൽ തളരുന്ന നെൽകൃഷി. കുട്ടനാട്ടിലെ നെൽകർഷകർ നേരിടുന്നത് കടുത്ത പ്രതിബന്ധങ്ങളെന്ന് അഡ്വക്കേറ്റ് U പ്രതിഭാഹരി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.